അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 28. കാളകൂടോത്പത്തി, ലക്ഷ്മി സ്വയംവരം, അമൃതോത്പത്തി. പാരായണം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രകൃതിയിൽ നന്മയും തിന്മയുമുണ്ട്. മോശമായ കാര്യങ്ങൾ നമ്മളെ ആകർഷിക്കുകയും അതിൻ്റെ അരികിലൂടെ പോയാൽ പോലും അവയുടെ കാറ്റ് അഥവാ സാമീപ്യം നമ്മിൽ അവയുടെ ഛായ പടർത്തും. അത് സ്വാഭാവികമാണ്. ദശകം 27 നിന്നും നമ്മൾ മനസ്സിലാക്കി, കാളകൂട വിഷം പുറത്തു വരുന്നതിന് മുൻപ് വാസുകിയുടെ വായിൽ നിന്നും വന്ന വിഷപ്പുകയേറ്റ് അസുരന്മാരും ദേവന്മാരും വല്ലാതെ വിഷമിച്ചു. അത് ഒരു അപകട സൂചനയായിരുന്നു. അസുരന്മാർ നീചപ്രവൃത്തികൾ ചെയ്യുകയും യോജിക്കാത്ത ജീവിതചര്യകൾ തുടരുകയും ചെയ്ത് അസുരന്മാരിൽ നന്മയുടെ കണിക പോലും അവശേഷിക്കാതെ പോയി. പക്ഷേ ദേവന്മാരിൽ കുറച്ചൊക്കെ തിന്മകളുണ്ടെങ്കിലും അവർ ശുദ്ധമായ ജീവിതചര്യകളും ഭക്തിയും നന്മകളാലും സമ്പന്നരായിരുന്നു. അതിനാൽ വിഷപ്പുക അവരെ സ്പർശിച്ച് അതിൻ്റെ കാഠിന്യം അവരെ തളർത്തിയെങ്കിലും അവരുടെ ഭക്തിയും നന്മയും അവരെ ആ ആപത്തിൽ നിന്നും രക്ഷിച്ചു. ഭഗവാൻ രക്ഷിച്ചു. അമൃതും ഐശ്വര്യവും നൽകി അനുഗ്രഹിച്ചു. ഇവിടെ ദേവന്മാരും അസുരന്മാരും പ്രതിനിധീകരിക്കുന്നത് മനുഷ്യരെയാണ്. നല്ല ജീവിതം നയിക്കുന്നവരും മോശം ജീവിതം നയിക്കുന്നവരുമായ മനുഷ്യർ ആപത്തുകളിൽ പെടുമ്പോൾ കുറച്ചൊക്കെ വിഷമിക്കുമെങ്കിലും ഭഗവാൻ അവരെ രക്ഷിക്കുന്നു. മോശമായ ജീവിതം നയിക്കുന്നവർ വിഷപ്പുകയേറ്റ് അതിൽ കുടുങ്ങി വിഷം ബാധിച്ച് നശിക്കുന്നു. എല്ലാ തരത്തിലും മനുഷ്യർക്കുള്ള എല്ലാ നന്മയും വഴിത്തിരിവുകളുമാണ് പുരാണങ്ങളും അതിലെ കഥകളും സംഭവങ്ങളും. നമ്മൾ പഠിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടവ. ഇവിടെ നാരായണത്തിലെ 27, 28, 29 ദശകങ്ങൾ നമ്മളെ ഭക്തിമാർഗത്തിലൂടെ നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും എങ്ങനെ എത്താമെന്ന് മനസ്സിലാക്കി തരുന്നു. ഗരളം തരളാനലം പുരസ്താജലധേരുദ്വിജഗാള കാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിപപൗ ഭവത്പ്രിയാർത്ഥം വിമധത്സു സുരാസുരേഷു ജാത സുരഭിസ്താമൃഷിഷു ന്യഥാസ്ത്രിധാമൻ ഹയരത്നമഭൂദധേ ഭരത്നം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനി ജഗദീശ ഭവത്പരാ തദാനിം കമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോലഃ സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യതാരീത് സകലോപഹൃദാഭിഷേചനീയൈഋഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ അഭിഷേകജലാനുപാതിമുക്തത്വദപാംഗൈരവഭൂഷിതാംഗവല്ലീം മണികുണ്ഠലപീതചേലഹാര പ്രമുഖൈസ്താമരാധയോന്നഭൂഷൻ വരണസ്രജമാത്തഭൃംഗനാദം ദധതി സാകുചകുംഭമന്ദയാനാ പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസമാസസാദാ ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയ്യനയാപി ദിവ്യമാലാ ഉരസാ തരസാ മമാനിധൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീപരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം അതിമോഹന വിഭ്രമാ തദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാത് തമസ
പദവീ മദാസ്ത്വമേനാമതിസമ്മാനനയാ മഹാസുരേഭ്യഃ തരുണാംബുദസുന്ദരസ്തദാ ത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേഃ അമൃതം കലശേ വഹൻ കരാഭ്യാമഖിലാർത്തിം ഹരമാരുതാലയേശ. അർത്ഥം: ഗരളം തരളാനലം പുരസ്താജ്ജലധേരുദ്വിജഗാള കാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിപപൗ ഭവത്പ്രിയാർത്ഥം. പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി കത്തിജ്വലിക്കുന്ന അതിശക്തമായ കാളകൂട വിഷം പുറത്തുവന്നു. ദേവന്മാരുടെ സ്തുതികളാൽ സന്തുഷ്ടനായ പരമശിവൻ ലോകരക്ഷയ്ക്കും ഭഗവാന്റെ പ്രീതിക്കുമായി ആ വിഷം പാനം ചെയ്തു. വിമധത്സു സുരാസുരേഷു ജാത സുരഭിസ്താം ഋഷിഷു ന്യഥാസ്ത്രിധാമൻ ഹയരത്നമഭൂദേഭരത്നം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനി. പാലാഴി മഥനം വീണ്ടും തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്നും കാമധേനു ഉണ്ടായി. ഭഗവാൻ കാമധേനുവിനെ മഹർഷിമാരെ ഏൽപ്പിച്ചു. പിന്നീട് പുറത്തു വന്നത് ഉച്ചൈസ്രവസ് എന്ന വിശേഷപ്പെട്ട കുതിരയാണ്. തുടർന്ന് വിശിഷ്ട രത്നങ്ങളും കൽപ്പവൃക്ഷം, അപ്സര സ്ത്രീകൾ ഇവയെല്ലാം പുറത്തു വന്നു. അവരെയെല്ലാം അങ്ങ് ദേവന്മാർക്ക് നൽകി. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യ യാം വിലോലഃ സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. അതിനുശേഷം ഭഗവാനെ പ്രണയിക്കുന്ന അതിസുന്ദരിയായ ലക്ഷ്മി ഭഗവതി ഉണ്ടായി. ഐശ്വര്യവതിയും അതീവ സുന്ദരിയുമായ അവളെ കണ്ട് മനസ്സിളകിയ സർവ്വലോകവും അവളെ മോഹിച്ചു. ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യതാരീത് സകലോപഹൃദാഭിഷേചനീയൈ ഋഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ. ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ചിരിക്കുന്ന ലക്ഷ്മി ഭഗവതിക്കായി ഇന്ദ്രൻ ഉടൻ തന്നെ രത്നസിംഹാസനം നൽകി. മഹർഷിമാരെല്ലാവരും പൂജാദ്രവ്യങ്ങൾ കൊണ്ടും വേദസൂക്തങ്ങൾ കൊണ്ടും അഭിഷേകം ചെയ്തു. അഭിഷേക ജലാനുപാതി മുക്തത്വദപാംഗൈരവഭൂഷിതാംഗവല്ലീം മണികുണ്ഠല പീതചേലഹാര പ്രമുഖൈസ്താം അമരാദയോന്വഭൂഷൻ. അഭിഷേക ജലത്തോടൊപ്പം തന്നെ അവളിൽ പതിച്ചിരുന്ന ഭഗവാന്റെ മനോഹര കടാക്ഷങ്ങളാൽ വിഭൂഷിതയായ ഭഗവതിയെ ദേവീദേവന്മാർ മഞ്ഞപ്പട്ട്, രത്നകുണ്ടലങ്ങൾ, മുത്തുമാലകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചു. വരണസ്രജമാത്ത ഭൃംഗനാദാം ദധതി സാ കുജകുംഭമന്ദയാന പദശിഞ്ചിത മഞ്ജു നൂപുരാ ത്വാം കലിതവ്രീളവിലാസമാസസാദ. സുന്ദരമായ കുജകുംഭങ്ങളുടെ ഭാരം മൂലം മന്ദം നടക്കുന്ന ദേവിയുടെ പുറകെ വന്ന വണ്ടുകളുടെ നാദങ്ങൾ അകമ്പടിയാകുന്ന വരണമാല്യവും പേറിക്കൊണ്ട് കാലുകളിൽ കിലുങ്ങുന്ന ചിലമ്പുകളുടെ നാദത്തോടെ ലജ്ജ കലർന്ന സുന്ദരമായ പുഞ്ചിരിയോടെ ഭഗവാന്റെ അടുത്തേക്ക് ദേവി വന്നു. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയ്യനയാഭിദിവ്യമാല. പരമശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരെല്ലാം ഭക്തപ്രിയരും ഗുണവാന്മാരും ഒക്കെയാണെങ്കിലും വിട്ടുപിരിയാത്ത ചില ദോഷങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ ഭഗവതി നിർദോഷനും നിതാന്ത സുന്ദരനുമായ ഭഗവാനെ സ്വയംവരമാല അണിയിച്ചു. ഉരസ തരസ മമാനിധൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീ പരിവൃഷ്ട്യ പരിപുഷ്ടമാസവിശ്വം. ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിക്കുന്ന ത്രിലോകമാതാവായ ലക്ഷ്മിയെ ഭഗവാൻ തൻ്റെ നെഞ്ചോട് ചേർത്തു. സർവേശ്വരനായ അങ്ങയുടെ മാറിൽ ശോഭിക്കുന്ന ഭഗവതിയുടെ ഐശ്വര്യപൂർണമായ കടാക്ഷത്താൽ 3 ലോകവും ഐശ്വര്യസമ്പൂർണമായി തീർന്നു. അതിമോഹന വിഭ്രമാ തദാനീം മദയന്തി ഖലു വാരുണി നിരാഗാത്
തമസ പദവീ മദാസ്ത്വമേനാമതിസമ്മാനനയ മഹാസുരേഭ്യ. അതേസമയം തന്നെ ഏറെ മോഹിപ്പിക്കുന്നവളും വിലാസഭാവത്തോടുകൂടിയവളും വല്ലാതെ മതിപ്പിക്കുന്നവളുമായ വാരുണീ ദേവി അഥവാ മദ്യം സമുദ്രത്തിൽ നിന്നും പുറത്തു വന്നു. അജ്ഞാനമാകുന്ന ഇരുട്ടിന് കാരണഭൂതയായ അവളെ വളരെ ബഹുമാനത്തോടെ തന്നെ മഹാന്മാരായ അസുരന്മാർക്ക് ഭഗവാൻ സമ്മാനിച്ചു. തരുണാംബുദ സുന്ദരസ്തദാത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേഹേ അമൃതം കലശേ വഹൻ കരാഭ്യാമഖിലാർത്തിം ഹരമാരുതാലയേശ. ഭഗവാനെ, ഗുരുവായൂരപ്പ, പുതിയ കാർമേഘം പോലെ അതിസുന്ദരനും തൃക്കൈകളിൽ വിശിഷ്ടമായ കലശത്തിൽ അമൃതം വഹിച്ചുകൊണ്ട് സമുദ്രത്തിൽ നിന്നും അപ്പോൾ ഉയർന്നവനും ധന്വന്തരമൂർത്തിയുമായ ഭഗവാൻ എൻ്റെ സകല ദുഃഖങ്ങളെയും നീക്കിത്തരേണമേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.